നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ വിൻസെൻ്റ് സാറ് നമ്മുടെ ഇവിടുത്തെ റോഡുകളെല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ബൈപ്പാസ് ഒന്നുമല്ല കേട്ടോ, ഇത് നന്നംകുഴി റോഡാണ്. നമ്മുടെ ചാവടി തട നന്നംകുഴിയിലോട്ട് പോകുന്ന റോഡാണ്. നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ലൈനോട് ഇട്ടാൽ മതി, സെൻട്രൽ ലൈൻ ഇടാനുള്ള വീതിയുള്ള റോഡാണ് കേട്ടോ. അത്രയും വീതിയുണ്ട്. നിങ്ങൾക്ക് ആ റോഡിൻ്റെ ഭംഗി കണ്ടാൽ അറിയാൻ പറ്റും. ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ വ്യക്തമായ ഒരു പാർട്ടി നമുക്കില്ല. നമുക്കാരും നല്ലത് ചെയ്യുന്നോ, നാടിന് വേണ്ടി ആരാണ് നല്ലത് ചെയ്യുന്നോ അവർ എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും. എല്ലാവർക്കും അവർ ചെയ്ത പ്രവൃത്തി വെച്ചിട്ടായിരിക്കും ഇനി അടുത്തുള്ള ഇലക്ഷനും അവരെ ജനങ്ങൾ വിലയിരുത്തുന്നത്. എങ്ങനെയാണ് അവർ ചെയ്ത പ്രവൃത്തികൾ വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പം നന്നംകുഴി റോഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നന്നമണാവഴി വരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് പാലത്തിൻ്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ട്, ചെറിയ കലുങ്ക് പണി ഉള്ളതുകൊണ്ട് അത് ബ്രേക്കായി കിടക്കുന്നു. എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണിയൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ താഴെ നിന്നൊരു വലിയ ഷട്ടർ കയറുന്നുണ്ട്. അതിൻ്റെ പണി കൊണ്ടൊക്കെയാണ് ഇവിടെയൊക്കെ കുറച്ച് ചെയ്യാതെ കിടക്കുന്നത്. അവിടെ നല്ല വലിയൊരു വർക്കാണ്. താഴേന്ന് അത് ഷട്ടർ അടിച്ച് കയറേണ്ടതുണ്ട് റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. നല്ല പൊടിയാണ്, പക്ഷേ ഇതെല്ലാം പണി കഴിയുമ്പോഴത്തേന് അടിപൊളിയാവും. ആട്ടർമൂലയ്ക്കുള്ള ബസ്സാണ്. ബാലരാമപുരം പാപ്പനംകോട് ഡിപ്പോയിൽ നിന്നുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പാപ്പനംകോടാണ് ബോർഡ് വെച്ചിരിക്കുന്നത് തിരിച്ച്. ഞങ്ങൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ വന്നതാണ്. എന്താണെന്നോ, ഈ സീസണിലാണ് ബോഗൺവില്ല പൂക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ബോഗൺവില്ല പൂത്തോ ഇല്ലയോ എന്ന് ചെന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വലിയ ഗാർഡനാണ് കേട്ടോ. ഞങ്ങൾ ചെടികളെല്ലാം മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ പിന്നെ പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അങ്ങനെ ബോഗൺവില്ല അങ്ങ് പൂത്തൊരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇത് നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഏകദേശം പൂത്ത് കഴിയാറായി കേട്ടോ. ഇതെല്ലാം ചെടിച്ചട്ടിയിൽ വെച്ച് തന്നെ മുരടിപ്പിച്ച് വളർത്തുന്ന ബോഗൺവില്ലകളാണ് കേട്ടോ. ഒരുപാട് പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇലകളൊന്നും കാണാൻ സാധിക്കില്ല. അതുപോലെയുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ മൾട്ടി കളറിലുള്ള ബോഗൺവില്ലകളും ഉണ്ട്. ഒരു ചെടിയിൽ തന്നെ ഒരു 5-6 കളർ ഇങ്ങനെ ബഡ് ചെയ്തെടുക്കുന്ന ബോഗൺവില്ലകളും ഉണ്ട്. ഇത് പിന്നെ കടലാസ് ചെടി എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ. കടലാസ് ചെടി എന്ന് പറയുമ്പോൾ ചിലർക്ക് വീക്ക്നെസ് ആണ്. ചില വീടുകളിൽ അത് മാത്രമേ കാണത്തുള്ളൂ. ഈ ചെടിച്ചട്ടിയിൽ കാണുന്ന ഈ ബോഗൺവില്ലയ്ക്കൊക്കെ നല്ല പൈസ കൊടുക്കണം കേട്ടോ. ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിലാണ് പല ബോഗൺവില്ലയ്ക്കും റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ കവറിലാക്കി വെച്ചിരിക്കുന്നതുണ്ട്. അത് വില കുറവാണ്. അതൊക്കെയാണ് എല്ലാവരും മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ പിന്നെ വാങ്ങുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന കണ്ടോ ഒരു വെറൈറ്റി കടലാസ് ചെടിയാണ്. നല്ല അടുക്കടുക്കായിട്ട് നിൽക്കുന്ന ഒരു മൾട്ടി കളറാണ്. പിന്നെ ബോഗൺവില്ല കണ്ട സന്തോഷത്തിൽ അച്ഛനും മോനും പിന്നെ വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സ്ലോ മോഷനിലും എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് അവിടെ നിന്ന് രണ്ടുപേരും ആസ്വദിച്ചിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഒരു ബോഗൺവില്ല കാലം കൂടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. സുഹൃത്തുക്കളെ, ഇത് എന്ത് കല്ലാണെന്നറിയാമോ? ഇവിടെ ഗാർഡനിൽ ഡെക്കറേഷന് വേണ്ടിയൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണ്. സംഭവം ഒരു എന്താണ് പിരമിഡ് പോലെയൊക്കെ ഇരിക്കുന്നത്. എനിക്കൊന്ന് കടലിനടിയിലെ കല്ലാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം ഇത് തേയ്മാനമൊക്കെ സംഭവിച്ച ടൈപ്പാണ്. എന്തായാലും എനിക്കറിയത്തില്ല, നിങ്ങൾ അറിയാൻ കമൻറ്റ് ചെയ്യണം. അപ്പുറത്തും അതുപോലെ ഉണ്ട് കല്ല്. അതൊരു തരം വെള്ളക്കല്ലാണ്. ഇത് കണ്ടോ, ഏത് കല്ലാണെന്നറിയില്ല. അത് കണ്ടോ, ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതല്ല. ഇത് ഡെക്കറേഷനൊക്കെ ഈ ഗാർഡനിലൊക്കെ കൂട്ടി വെക്കത്തില്ലേ, അമ്മാതിരിയുള്ള കല്ലുകളാണ്. പൂവല്ല, ഇത് മരമാണെന്നാണോ? അതിൻ്റെ വേറൊരു ടൈപ്പ്.